ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യാനാ കിരൺ? അക്ഷിതയുടെ മനസ്സിലും ജീവിതത്തിലും അവനൊരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അത് പറിച്ചു മാറ്റുക എളുപ്പമല്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ അത് ആരും അംഗീകരിക്കുകയില്ല. എനിക്ക് ആ പെണ്ണിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ അവളുടെ പേര്? ദുർഗ. ആ കൊള്ളാം. ടഫ് ടു ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങി അങ്ങ് പോയില്ലേ ആ സുന്ദരിക്കുട്ടി? എനിക്ക് അവളെ ശരിക്കും അറിയാത്തോണ്ടാ. അവളൊരു രാക്ഷസിയാ. ഒന്ന് പരിചയപ്പെടുത്തിത്താ, ഞാനൊന്ന് അടുത്തറിയട്ടെ. അവസരം വരും, ഞാൻ പറയാം. പറഞ്ഞാ മതി. ഞാൻ ആ എസ് ഐ കണ്ടിട്ട് എല്ലാം സെറ്റിൽ ആക്കണം. പോട്ടോ, ഞാനേ ഇവിടെ തന്നെ കാണാം. ശരി, ഓക്കെ. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാൻ രാക്ഷസി. വീണ്ടും കോള് കട്ട് ചെയ്തേ. ഇനി എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ? എത്ര ബിസിയാണെങ്കിലും ഒന്ന് എടുത്ത് പറയാലോ. ഇതെന്നെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാ. മോളെ അഷി, നീ എന്തിനാ കരയുന്നത്? എന്താ പറ്റിയേ? എന്താ അഷി, നീ കാര്യം പറ. ഇങ്ങനെ മിണ്ടാതിരുന്ന ഞാൻ എന്താ മനസ്സിലാക്കേണ്ടേ? നീ കാര്യം എന്താണെന്ന് പറ. ഒന്നുമില്ല. എന്താ നാത്തൂനെ, എന്തിനാ അക്ഷിത കരയുന്നത്? നാത്തൂൻ അവളെ വഴക്ക് പറഞ്ഞോ? ഞാൻ വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ആ, എനിക്കറിയത്തില്ല. കുറച്ചു നേരമായിട്ട് ഞാൻ ഇത് തന്നെ ഇവളോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? എന്താണെന്ന് എന്നോട് പറ. വാ വാ, പറ, അപ്പച്ചി പരിഹാരം ഉണ്ടാക്കാം. ഞാൻ വിളിച്ചിട്ട് പൃഥ്വി കോൾ എടുക്കുന്നില്ല. കൊറേ വിളിക്കുമ്പോ കോള് കട്ടാക്കുക. ഇതാണോ കാര്യം? ഈ നിസ്സാര കാര്യത്തിനാണോ കരയുന്നേ? എന്നെ മോളെ, പൃഥ്വി തിരക്കിലായിരിക്കും, അതുകൊണ്ടാ ഫോൺ എടുക്കാത്തെ. അല്ല, എത്ര തിരക്കാണെങ്കിലും പൃഥ്വി എന്റെ കോൾ എടുക്കുന്നത്. അഷി, നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ പെരുമാറല്ലേ. പൃഥ്വിക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതാ. അപ്പൊ തിരക്കായാലും കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതൊന്നും അല്ല എന്റെ സങ്കടം. ഇപ്പൊ പൃഥ്വി എന്നെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ കാരണം അവളാ, ആ ദുർഗ. ദുർഗയോ? അതെ അപ്പച്ചി, ദുർഗയും പൃഥ്വിയും തമ്മിൽ പണ്ട് കോളേജിൽ വെച്ച് പരിചയമുണ്ട്. നീ പറയുന്നത് സത്യാണോ? ആ അതെ, പൃഥ്വി തന്നെ ആ കാര്യം എന്നോട് പറഞ്ഞത്. ദുർഗയായിട്ടുള്ള പരിചയത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ തിരക്കാന്നും പറഞ്ഞ് പൃഥ്വി കോള് കട്ട് ചെയ്ത്. പിന്നെ ഇതുവരെ എന്നോട് സംസാരിച്ചിട്ടില്ല. കാര്യങ്ങൾ കൈവിട്ട് പോവാണോ നാത്തൂനെ? ആ ദുർഗ കാരണം എന്റെ മോളുടെ വിവാഹത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പിന്നെ ഞാൻ അവളെ ജീവനോടെ വെച്ചേക്കില്ല. എനിക്ക് പേടിയാവുന്നമ്മേ, പൃഥ്വി എനിക്ക് നഷ്ടപ്പെടുവോ? മോള് ധൈര്യമായിട്ടിരിക്കെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്റെ ഭഗവാനെ, ആ നശിച്ചവള് കാരണം എന്റെ ജീവിതം ഇങ്ങനെയായി. ഇപ്പതാ എന്റെ മോളുടെ ജീവിതം. ആ നശിച്ചവള് ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നശിച്ചു പോകത്തേ ഉള്ളൂ അവള്. ദുർഗ എന്തൊക്കെയോ പറഞ്ഞ് പൃഥ്വിയുടെ മനസ്സ് മാറ്റിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ.
അല്ലെങ്കിൽ പിന്നെ പൃഥ്വി എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യില്ല. ആ നാശം കാരണം മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കും. ഇനി അവള് നമ്മുടെ കുറ്റം പഴയ പരിചയം വെച്ച് പൃഥ്വിയോട് പറഞ്ഞാണോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ പിന്നെ സംസാരിക്കാൻ അവൾക്ക് നാവ് കാണത്തില്ല. അരിഞ്ഞെടുക്കും ഞാനത്. താനിതുവരെ വിട്ടില്ലേ ദുർഗെ? അഷിതയ്ക്ക് വേണ്ടിയാ പൃഥ്വിയുടെ കേസ് പിൻവലിച്ചത്. പക്ഷേ അത് ചെയ്തത് മുതൽ എനിക്കൊരു സമാധാനം കിട്ടാത്ത പോലെ. എനിക്ക് തന്നെ മനസ്സിലാവും. പക്ഷെ താനത് വിട്ടുകളാ. എന്നാലും കിരൺ, നമ്മളിപ്പോ ആ ക്രൈമിന് കൂട്ടുനിന്ന പോലെ ആയില്ലേ? അങ്ങനെ കരുതണ്ട. ഈ കേസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈസി ആയിട്ട് അവർ ഊരി പോവായിരുന്നില്ലേ? അത് ശരിയാ, അവർക്ക് അതിനുള്ള പിടിപാടുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ പലരും കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഇതുപോലെ കണ്ണടയ്ക്കുന്നതുകൊണ്ട് കൂടിയാ നമ്മുടെ നാട്ടിൽ ക്രിമിനൽ ആക്ടിവിറ്റി ഇത്രയും കൂടുന്നത്. അത് ശരിയാ. പക്ഷെ ഈ കാര്യത്തില് എനിക്ക് ദുർഗയെ കുറ്റം പറയാനും സാധിക്കില്ല. JD എന്ന ഓഫീസർക്കപ്പുറം സ്വന്തം കുടുംബത്തെ പ്രാണനായി സ്നേഹിക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി കൂടിയല്ലേ ദുർഗ. അപ്പോ അനുജത്തിക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചു പോയതിൽ ഒന്നും പറയാൻ പറ്റില്ല. ഉം. ആ സമയത്ത് അഷിതയെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പിന്നെ പൂർണിമ ചേച്ചിയും. ഇങ്ങനൊരു കാര്യം പുറത്തറിഞ്ഞ് അതിന്റെ പേരില് നിശ്ചയിച്ച വിവാഹം മുടങ്ങുന്ന സാഹചര്യം വന്നാ അഷി എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അന്ന് എന്നോട് പറഞ്ഞതുപോലെ ആത്മഹത്യക്ക് പോലും അവള് തയ്യാറായെന്ന് വരും. ആ ഒരു കാര്യം ഓർത്തിട്ടാ ഇത്തവണത്തേക്ക് പൃഥ്വിക്ക് മാപ്പ് കൊടുക്കാന്ന് ഞാൻ കരുതിയത്. അതൊക്കെ ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് ദുർഗെ, ആ പൃഥ്വി പുറമെ കാണുന്ന പോലെ അത്ര നീറ്റല്ല. അയാൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. അത് ഉറപ്പാ. ഞാൻ പറഞ്ഞതുപോലെ അയാളുടെ സ്വഭാവം അത്ര പെട്ടെന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോളേജ് ടൈമിലെ പൃഥ്വി ഒരു സാധാരണ ചെറുപ്പക്കാരനായിരുന്നില്ല. ദുർഗ അവനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതൊക്കെ കോളേജ് ടൈമിലെ ചെറിയ ചെറിയ ഒഴുപ്പുകളായി മാത്രമാണ് ഞാൻ കരുതിയത്. പക്ഷേ അതങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യാനാ കിരൺ? അഷിതയുടെ മനസ്സിലും ജീവിതത്തിലും അവനൊരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അത് പറിച്ചു മാറ്റുക എളുപ്പമല്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞാൽ അത് ആരും അംഗീകരിക്കുകയില്ല. ഉം. എങ്ങനെ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. മറ്റെന്തിനെക്കാളും എന്നെ ഇപ്പൊ വേദനിപ്പിക്കുന്നതും ടെൻഷനാക്കുന്നതും അഷിതയുടെ കാര്യോ. താൻ ടെൻഷനാവാതെ നമുക്കൊരു വഴി കാണാം. ആ ടൈമായി, വാ പോവാം നമുക്ക്. ഉം.